ഭാരത് ബെൻസിന്റെ പിനിയൻ നട്ട് അഴിക്കാനുള്ള സ്പാനർ ടൂൾ വണ്ടിയുടെ നമ്മൾ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അത് ടെസ്റ്റ് അടിക്കാൻ നമുക്കൊരു അവസരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ആവശ്യപ്പെട്ടത് നമ്മുടെ ശരത്താണ് കണ്ണൂർന്ന്. ആൾക്ക് ഒരെണ്ണം അയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആൾക്ക് അപ്പോഴും അത് അഴിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. എന്നാൽ ഇതിൻ്റെ സ്ട്രെങ്ത് ടെസ്റ്റ് അടിക്കണമെന്നുണ്ടായിരുന്നു. ഇട്ടപ്പോൾ തന്നെ കമൻറ്റ് വന്നത് ഭാരത് ബെൻസിൻ്റെ ടെക്നീഷ്യന്മാർ പറഞ്ഞത് നിൽക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് നമ്മുടെ രാധാകൃഷ്ണാശാൻ ലക്ഷ്മി ഓട്ടോമൊബൈൽ പാലിയേക്കര അവിടുത്തെ ഒരു ഹൗസിംഗ് ഇരിപ്പുണ്ടെന്ന് പുള്ളി ഇന്നലെ കണ്ടപ്പോൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ ടൂൾ വണ്ടി ഇന്നലെ പാലിയേക്കര ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ആശാന്റെ വർക്ക്ഷോപ്പിൽ ചെല്ലുകയും അത് അഴിക്കാനൊന്നുമല്ല, നമുക്ക് ഒരാൾ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. എന്നാലും ഇതിന്റെ ടീത്തിന്റെ സ്ട്രെങ്ത് അഴിക്കാൻ വേണ്ടി ആശാനോട് പറഞ്ഞപ്പോൾ ശരി കൊണ്ടുപോകാൻ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് പുള്ളി ടെസ്റ്റ് അടിച്ച് നോക്കുന്നതാണ് ഈ കാണുന്നത്. പക്ഷെ അത് മുറിഞ്ഞു കഴിഞ്ഞുള്ളതല്ല. എങ്കിലും 1600 ന്യൂട്ടൺ മീറ്ററോളം പവറുള്ള പുറത്തിട്ട് ഒരു മെഷീനാണത്. അപ്പോൾ അതിലടിച്ചിട്ട് ടീത്തിന് കാര്യമായ കംപ്ലൈന്റ് ഉള്ള ഈ കാണുന്ന ഡാമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശാൻ അത് അവര് വെട്ടിവെച്ചിട്ടുള്ള നട്ടാണ് ഓൾറെഡി. അപ്പൊ അതിനൊരു ഗ്രൂസ് ശരിയല്ല. അപ്പൊ പുള്ളി അത് അടിച്ചു കയറ്റിയപ്പോ വന്ന പാടാണെന്ന് പുള്ളി തന്നെ പറയണ്ടേ. അപ്പൊ ഇതില് നമ്മൾ അത്രയും ന്യൂട്ടൺ മീറ്റർ താങ്ങുന്നുണ്ട്. പക്ഷെ പുള്ളി പറയുന്നത് 1 ഇഞ്ചിന്റെ കണ്ണ് ഉപയോഗിച്ച് അഴിച്ചാലേ ശരിയാവുള്ളൂ. പക്ഷെ ഈ ടീത്തഡായിട്ട് വരുന്നതൊക്കെ ഈ ഗണ്ണിലടിക്കാൻ പാകത്തിലല്ല. ടീത്തഡായിട്ട് ശരിക്കും ടീത്തഡ് നട്ട് വരുമ്പോ അഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പറ്റുമായിരിക്കും. പക്ഷെ കമ്പനി അത് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയിൽ എങ്ങനെ അഴിക്കുന്നു നമുക്ക് വ്യക്തമായി അറിയില്ല. പക്ഷെ ഇത് ലേബർ സേവിനഞ്ച് എവിടെയെങ്കിലും കൊള്ളിച്ച് അഴിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇതിന് ഇത്രയും പാടുണ്ടാവില്ല. ടീത്തുകൾ ഡാമേജിൽ അഴിഞ്ഞു വരും. ടീത്തുകളെല്ലാം ഓക്കെയാണ്. ഇനി സിവിയർ ടെസ്റ്റ് ഇനിയും അനിവാര്യമാണ്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ സ്പാനർ അയച്ചു തരും, നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്.